അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പം ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് ലഡു ഉണ്ടാക്കണം എന്ന്. അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ആ ഒരു പഴയ മോഡൽ ലഡുവിൽ നിന്നും ചെറുതായിട്ടൊന്ന് മാറ്റി പിടിച്ചിട്ട് നല്ല യമ്മി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്വീറ്റ് ലഡു ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ലഡുവൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഒരു പണിയുമില്ല, ഈസിയാണ് ഉണ്ടാക്കാൻ. പിന്നെ ആ ഒരു പഴയ എന്താ പറയുക പണ്ടേ ഉള്ള ആ ഒരു മോഡൽ ലഡു അല്ലാണ്ട് ഇപ്പം പല കളറിലും വരുന്നുണ്ട്. അതുപോലെ പല ടൈപ്പിലും നമുക്ക് ലഡു ഉണ്ടാക്കാം. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കടലമാവാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു 2.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ടീ കപ്പിൽ സാധാരണ ഒരു ചായൻ്റെ കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. 2.5 ടീ കപ്പ് കടലമാവിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ ഒരു കളറിന് ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറും ഇട്ട് കൊടുക്കാം. ഞാനിപ്പം യെല്ലോ ഫുഡ് കളർ ഒരു പിഞ്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ടൈറ്റ് ബാറ്റർ ആക്കി എടുക്കാം. ഇതിപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കണം. ഗീ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ചേർക്കണമെന്ന് നിർബന്ധമില്ല. ബൂന്തി ആയതിനു ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്തുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നത് നോക്കാം. ഈ ബൂന്തി പൊരിച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ചൂടാകാനായി വെക്കാം. അപ്പോൾ ഓയിൽ ചൂടായോന്ന് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് നുള്ളി ഇട്ട് കൊടുത്തിട്ട് നോക്കിയാൽ മതി. നന്നായിട്ട് പതഞ്ഞ് വരുന്നതെന്ന് കാണുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഒരു അരിപ്പ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ കടലമാവിൻ്റെ കൂട്ടങ്ങ് ഒഴിച്ച് കൊടുക്കാം. കടലമാവിൻ്റെ കൂട്ട് അത്യാവശ്യം ലൂസായെങ്കിൽ മാത്രമേ ഇതേപോലെ അരിപ്പ കയ്യിലോട്ട് ഇട്ട് കൊടുത്താൽ എണ്ണയിലേക്ക് അങ്ങ് വീണ് പോകുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ടൈറ്റായിട്ട് വീണ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, കുറച്ച് പണിയായിരിക്കും. അങ്ങനെ ബാറ്ററി ഇപ്പം കട്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായി പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയാൽ മതി. അങ്ങനെ ഞാനിപ്പം ഈ ഒരു പാനിന് കണക്കായിട്ട് കുറച്ച് ബൂന്തി അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് എണ്ണയിലൊന്നങ്ങ് പൊരിഞ്ഞ് വരണം. അപ്പം അത്ര വെയിറ്റൊന്നും ഇല്ല, എന്താ പറയുക, പൊള്ള പോലെയുള്ളതല്ല. അപ്പോൾ പെട്ടെന്നങ്ങ് പൊരിഞ്ഞ് വന്നോളും. ഇനി ഇടയ്ക്കൊന്നങ്ങ് കയ്യിലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ എണ്ണയിൽ ഒഴിക്കുമ്പോൾ ഉള്ള കളറായിരിക്കില്ല, ഒന്ന് പൊരിഞ്ഞ് വരുമ്പം കളർ കുറച്ചുകൂടെ ഡാർക്കാവും. അപ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കുറച്ചൊന്ന് ഡാർക്കായിന്ന്. അങ്ങനെ ആകുമ്പം എന്ത് ചെയ്യാം, എണ്ണയിൽ നിന്ന് നമുക്കിതങ്ങ് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള കടലമാവ് കൊണ്ടും ഇതേപോലെ ബൂന്തികൾ പൊരിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം ഒരു യെല്ലോ കളറാണ് ഇട്ടത്. നമുക്ക് വേണമെങ്കിൽ ഗ്രീൻ കളർ ഇട്ട് കൊടുക്കാം, മെറൂൺ കളർ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫുഡ് കളർ ചേഞ്ച് ചെയ്യാം. ഇനി ഫുഡ് കളർ വേണമെന്നില്ല, എന്നാലും കളർ മാറണമെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കുറച്ചിട്ട് കൊടുത്താൽ മതി. അതായത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നന്നായി കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി ആ ഒരു ബാറ്ററിയിലേക്ക്. അപ്പം നല്ലൊരു കളറൊക്കെ കിട്ടും. അങ്ങനെ ഞാനിപ്പം ബൂന്തി എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷുഗർ സിറപ്പിലിട്ടിട്ട് നന്നായി മിക്സാക്കിയിട്ട് വേണം ഉരുട്ടിയെടുക്കാൻ. ഇനിയിപ്പം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2.5 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ട് ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവുമ്പം നമുക്ക് ഈ ഒരു ബൂന്തികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 2 ഗ്രാമ്പുവും അതുപോലെ 2 ഏലക്കായും ചതച്ചിട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ. പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായി വരുന്നത് വരെ ഫ്ലെയിമിൽ അങ്ങനെ ഇട്ടിട്ട് ഇടയ്ക്കൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പം ഇതിപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ഈ ഒരു ഷുഗർ സിറപ്പിലേക്കും ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് തിളച്ച് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിപ്പം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ സിറപ്പ് ഇപ്പം അത്യാവശ്യം കുറച്ച് തിക്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പം പൊരിച്ച് വെച്ചിട്ടുള്ള ബൂന്തി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു സിറപ്പിൽ ഒന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഉരുട്ടിയിട്ട് ബോളാക്കി എടുക്കാം.
അപ്പോൾ ഇതിപ്പം സിറപ്പിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സിറപ്പിലേക്ക് ആ ഒരു ബൂന്തി എല്ലാം മുങ്ങിക്കിടക്കുന്ന കണക്കിന് ഒന്നങ്ങ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര എല്ലാ ബൂന്തിയിൽ അങ്ങ് പിടിച്ച് വരണമല്ലോ. അപ്പോൾ നന്നായിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് അങ്ങനെ അങ്ങ് വെക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ട് കൈകൊണ്ട് നമുക്കിതങ്ങ് ഉരുട്ടിയെടുക്കാം. നല്ലൊരു ബോളാക്കി എടുക്കാം. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് പകരം ഇത് മിക്സിയിലൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് ഉരുട്ടി ബോളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല എന്താ പറയുക, നല്ല ഒരു ഫൈനായിട്ടുള്ളൊരു ലഡു കിട്ടും. അങ്ങനെ ഞാനിപ്പം മിക്സിയിലെല്ലാം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗീയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുക്കാം. അപ്പം കിസ്മിസ് ഞാൻ 2 കളറും എടുത്തിട്ടുണ്ട്. യെല്ലോവും അതുപോലെ ബ്ലാക്കും എടുത്തിട്ടുണ്ട്. നല്ലൊരു കളറായിരിക്കും. പിന്നെ ബ്ലാക്കൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും ലഡുവിൻ്റെ കൂടെ തിന്നുമ്പം. അങ്ങനെ എല്ലാം നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്നങ്ങ് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ സാധാരണ ഷുഗർ സിറപ്പിൽ ഇട്ടിട്ട് ഈ ബൂന്തി പിന്നെ മിക്സ് ചെയ്തിട്ട് ബോളാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. എല്ലാത്തിലും ഈവൻലി ആ ഒരു ഷുഗർ സിറപ്പ് അങ്ങ് കിട്ടുമല്ലോ. അങ്ങനെ ഇപ്പം ഒരു ബോൾ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ബോളാക്കി എടുക്കാം. അങ്ങനെ ഇപ്പോൾ എല്ലാം ബോൾസാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ലഡു ഇപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിപ്പം തന്നെ തിന്നുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടണം എന്നില്ല. ഒരു 1-2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് തിന്നുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ലഡുവാണിത്. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ലഡുവാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞിട്ടെങ്കിലും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ പുതിയ റെസിപ്പീസുമായി നമുക്കിനിയും കാണാം. അൺടിൽ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൻ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.